Hello all. So today we are going to discuss about collecting banker, the legal status, statutory protection, and duties and responsibilities of collecting banker. സോ കളക്ടിങ് ബാങ്കർ എന്നുള്ളതിൻ്റെ സ്ലൈഡിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കളക്ടിങ് ബാങ്കറിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യണം അല്ലെങ്കിൽ ഡ്രോ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ആ ചെക്ക് കളക്ട് ചെയ്യുന്ന ബാങ്കറിനെയാണ് നമ്മൾ കളക്ടിങ് ബാങ്കർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബാങ്കിൻ്റെ ബിഹാഫിലോ അല്ലെങ്കിൽ നമ്മുടെ ബിഹാഫിലോ ഒരു ചെക്ക് ഡ്രോ ചെയ്ത് അത് കളക്ട് ചെയ്യുന്ന ബാങ്കറിനെയാണ് നമ്മൾ കളക്ടിങ് ബാങ്കർ എന്ന് പറയുക. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു അക്കൗണ്ട് ഉള്ളത് SBIയിലാണ്. ഞാൻ SBIയുടെ പേരിൽ ഒരു ചെക്ക് ഓപ്പൺ ചെയ്തിട്ട് ഞാനത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ ഞാൻ ചെക്ക് ഡ്രോ ചെയ്തിട്ടുള്ളത് SBIയുടെ പേരിലാണ്, പക്ഷെ ഞാനത് കൊണ്ട് കൊടുത്തിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്. സോ ഇവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിരിക്കും നമ്മുടെ കളക്ടിങ് ബാങ്കർ എന്ന് പറയുന്നത്. അതാണ് കളക്ടിങ് ബാങ്കറിൻ്റെ കോൺസെപ്റ്റ്. അതായത് ഒരു കസ്റ്റമർ ഒരു ചെക്ക് ഡ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നു, അത് ഒരു ബാങ്കിൽ നമ്മൾ കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ആ ചെക്ക് കളക്ട് ചെയ്യുന്ന ബാങ്കർ, അതിനെയാണ് നമ്മൾ കളക്ടിങ് ബാങ്കർ എന്ന് പറയുക, കളക്ട് ചെയ്യുന്ന ബാങ്കർ. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെക്സ് കളക്ട് ചെയ്യുന്ന ബാങ്കറിനെയാണ് നമ്മൾ കളക്ടിങ് ബാങ്കർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ബാങ്ക് തന്നെ ആവണമെന്നില്ല, വേറൊരു ബാങ്ക് ആയിരിക്കാം. നമ്മുടെ ബാങ്ക് അല്ലാത്ത വേറൊരു ബാങ്ക് കളക്ട് ചെയ്യുമ്പോഴാണ് അത് കളക്ടിങ് ബാങ്ക് ആവുന്നത്. ഇനി നമുക്കതിൻ്റെ കോൺസെപ്റ്റ് നോക്കാം. The collecting banker is a banker who collects checks drawn upon other bankers and on behalf of his customer. He is calling the collecting banker as he undertakes the work of collection of checks. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ആളെ കളക്ടിങ് ബാങ്കർ എന്ന് വിളിക്കാൻ കാരണം. ചെക്സ് കളക്ട് ചെയ്യുന്ന കാരണമാണ് ആളെ കളക്ടിങ് ബാങ്കർ എന്ന് വിളിക്കുന്നത്. ഇനി കളക്ടിങ് ബാങ്കർ ക്യാൻ ആക്ട് ഇൻ 2 capacities. ഒന്ന്, ഹോൾഡർ ഫോർ വാല്യൂ, രണ്ട്, ആസ് എൻ ഏജൻറ്റ്. അപ്പോൾ ഈ കളക്ടിങ് ബാങ്കർ രണ്ട് റോള് പ്ലേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് രണ്ട് കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാം. ഒന്ന് ഹോൾഡർ ഫോർ വാല്യൂ ആയിട്ടും മറ്റൊന്ന് ഏജൻ്റായിട്ടും. ഹോൾഡർ ഫോർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളക്ടിങ് ബാങ്കർ ബിക്കംസ് എ ഹോൾഡർ ഫോർ വാല്യൂ ഇഫ് ഹി ഹാസ് പെയ്ഡ് ദ വാല്യൂ ഓഫ് ദി ചെക്ക് ടു ദി കസ്റ്റമർ ബിഫോർ ദ ചെക്ക് ഇസ് ഓൾറെഡി കളക്റ്റഡ്. അതായത് ആ ചെക്കിലുള്ള വാല്യൂ എത്രയാണോ അത് നമ്മുടെ കസ്റ്റമറിന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ചെക്ക് കളക്ട് ചെയ്യുന്നതിന് മുന്നേ ആ വാല്യൂ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹോൾഡർ ഓഫ് വാല്യൂ എന്നായി. ഓക്കെ, എപ്പോഴും ഹോൾഡർ ഓഫ് വാല്യൂ ആണെങ്കിൽ ആൾക്കൊരു ഗുഡ് ടൈറ്റിൽ ഉണ്ടാവും. ഒരു ബെറ്റർ ടൈറ്റിലോട് കൂടിയിട്ടായിരിക്കും ഒരു കളക്ടിങ് ബാങ്കർ ഒരു ഹോൾഡർ ഫോർ വാല്യൂ ആവുന്നത്. ആൾ ഹോൾഡർ ഫോർ വാല്യൂ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് കളക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ചെക്കിലെ വാല്യൂ കസ്റ്റമറിന് പേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾ ഹോൾഡർ ഓഫ് വാല്യൂ ആയി. ദെൻ സെക്കൻഡ് കപ്പാസിറ്റിയാണ് ആസ് എൻ ഏജൻറ്റ്. A collecting banker acts as an agent of the customer on protecting the account of the customer only after realizing the payment from the paying banker. ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ ഹോൾഡർ ഫോർ വാല്യൂവിൽ പറഞ്ഞു ചെക്ക് കളക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തുണ്ടാവുന്നു, നമ്മുടെ ചെക്കിലെ വാല്യൂ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു കസ്റ്റമറിന്. അങ്ങനെയാണെങ്കിൽ ഹോൾഡർ ഫോർ വാല്യൂ ആയി. പക്ഷേ ചെക്ക് കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ, അതായത് പേയിങ് ബാങ്കർ ആ ചെക്കിലെ ക്യാഷ് ഈ കളക്ടിങ് ബാങ്കറിന് കൊടുത്തതിന് ശേഷം മാത്രം കസ്റ്റമറിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആസ് എൻ ഏജൻ്റ് ആയിരിക്കും, ജസ്റ്റ് ആസ് എൻ ഏജൻറ്റ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഞാനൊരു ചെക്ക് ഡ്രോ ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയുടെ പേരിലാണ് എൻ്റെ ചെക്ക് ഉള്ളത്. ഞാനത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ നമ്മൾ കളക്ടിങ് ബാങ്കർ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ട് കൊടുക്കുമ്പോൾ എൻ്റെ ചെക്കിൻ്റെ എമൗണ്ട് SBIയിൽ നിന്നും സൗത്ത് ഇന്ത്യൻ ബാങ്കിന് കിട്ടുന്നതിന് മുന്നേ തന്നെ എനിക്ക് ആ എമൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് തരുകയാണെങ്കിൽ South Indian Bank will be acting in a position or capacity of holder for value. Or else എൻ്റെ ബാങ്കിൽ നിന്നുള്ള, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ ചെക്കിലെ പറയപ്പെടുന്ന എമൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് കിട്ടിയതിന് ശേഷം, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ക്രെഡിറ്റ് ആയതിനു ശേഷം മാത്രമേ ആ എമൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എനിക്ക് തരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വിൽ ബി ആക്ടിങ് ഇൻ എ കപ്പാസിറ്റി ഓഫ് ആസ് ആൻ ഏജൻറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ
ഹോൾഡർ ഓഫ് വാല്യൂ അല്ലെങ്കിൽ ഹോൾഡർ ഫോർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കസ്റ്റമറായിട്ടുള്ളൊരു ലൈസൺ, ഒരു ഗുഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് ആളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തു തരുന്നതാണ് ഹോൾഡർ ഫോർ വാല്യൂ എന്നുള്ള കപ്പാസിറ്റിയിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ. നേരെ മറിച്ച് ആസ് എൻ ഏജൻറ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പ്യോർലി ലീഗലായിരിക്കും. അവിടെ ഒരു ലൈസണോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പോ അവിടെ മാറ്റർ ആവുന്നില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് കളക്ടിങ് ബാങ്കറിൻ്റെ രണ്ട് കപ്പാസിറ്റി, ഹോൾഡർ ഫോർ വാല്യൂ ആൻഡ് ഏജൻറ്റ്. ഇനി കളക്ടിങ് ബാങ്കർ is one who accumulates the proceeds of a check for the customer. Even though a banker gathers the proceeds of a check for the customer solely as a matter of service, the Negotiable Instrument Act 1881 ultimately inflicts obligation statutory in nature. അതായത് ഇതിപ്പോൾ നമ്മളൊരു ബാങ്കിലേക്ക് എത്താനുള്ളൊരു ആക്സസിബിലിറ്റി കുറവ് കാരണം നമ്മൾ നിയർ ബൈ ബാങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ടൊരു ചെക്ക് കൊടുക്കുന്നു, ആളത് കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എമൗണ്ട് തരുന്നു. അതിലിപ്പോൾ വലിയൊരു ലീഗൽ ഫോർമാലിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻസ് ഒന്നും വെക്കേണ്ട ഒരു വലിയ ആവശ്യകത ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയും എപ്പോഴും ഒരു ഒതൻറ്റിസിറ്റി നിലനിർത്താനായിട്ട് ഒരു ലീഗൽ ഒതൻറ്റിക്കേഷൻ നല്ലതാണ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, ഈ ചെക്ക് അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ടൊക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ പെർവ്യൂവിൽ വരുന്നതാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ പെർവ്യൂവിൽ സെക്ഷൻ 131 അനുസരിച്ച് ഈ കളക്ടിങ് ബാങ്കറിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താ നോക്കാം. 131 അല്ല, 126. Okay, negotiable, which presents that a check having a general closing shall not be paid to neither anyone, and a check which is specially closed shall not be paid to person other than the banker to whom it is closed. It's not a big deal. ഇത് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് അല്ല. ഞാനത് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. അതായത് ഈ ആക്ടിലല്ല, ശരിക്കും 131 തന്നെയാണ് കളക്ടിങ് ബാങ്കറിനെ പറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. 126 എന്ന് പറയുന്ന സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് ജനറൽ ക്ലോസിങ്ങും സ്പെഷ്യൽ ക്ലോസിംഗ് എന്നുള്ള ക്ലോസിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻ നെക്സ്റ്റ് ലെക്ചർ സ്കെഡ്യൂളിലാണ് നമുക്ക് വരുന്നത്. അതായത് ക്ലോസിങ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ക്ലോസിങ് ഓർ സ്പെഷ്യൽ ക്ലോസിങ് അത്തരം ചെക്കുകളെ പറ്റി ഡീൽ ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ചിട്ട് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഈ ഒരു കാര്യത്തിൽ. ഇവിടെ കളക്ടിങ് ബാങ്കറിനെ പറ്റി പറയുമ്പോൾ ചെക്ക് ക്ലോസ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. നമുക്കിനി കടക്കാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് സെക്ഷൻ 131 അനുസരിച്ച് കളക്ടിങ് ബാങ്കർ ഇസ് എ ബാങ്കർ ഹു ഹാസ് ഇൻ ഗുഡ് ഫെയ്ത്ത് and without negligence received payment for a customer of a check closed generally or specifically to himself shall not, in case the title to the check proves defective, incur any liability to the true owner of the check by reason of only having received such payment. ഇതാണ് കളക്ടിങ് ബാങ്കറിനെ പറ്റിയിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 സെക്ഷൻ 131ൻ്റെ പെർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് എ ഡെഫിനിഷൻ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യോ അല്ലെങ്കിൽ അത് ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കാനുള്ളതേ ഉള്ളൂ. ക്രക്സും കോൺസെപ്റ്റും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ് ഫെയ്ത്ത് ഉള്ള, അതായത് നെഗ്ലിജൻസ് ചെയ്യാതെ, അതായത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ചെക്സ് ആണെന്നുണ്ടെങ്കിൽ അത് നോക്കണം. അതല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണോ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് ഒരു ഗുഡ് ഫെയ്ത്തിൽ നെഗ്ലിജൻസ് ഇല്ലാതെ ആളുടെ ആ ഒരു ഡിമാൻഡ് നമ്മൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു ബാങ്കറായിട്ട് വർക്ക് ചെയ്യുന്ന ബാങ്ക് ഏതാണോ ആ ബാങ്കറിനെ വിൽ ബി ടേംഡ് ആസ് ഓർ ഡിഫൈൻഡ് ആസ് കളക്ടിങ് ബാങ്കർ എന്നാണ് ആസ് പെർ സെക്ഷൻ 131 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ കളക്ടിങ് ബാങ്കർ നോക്കാം. ഇവിടെ ഞാൻ പോയിൻ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഈ പോയിൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ജസ്റ്റ് പോയിൻ്റ് എഴുതി പോരാ. വാട്ട് ഈസ് കളക്ടിങ് ബാങ്കർ അല്ലെങ്കിൽ ഹൂ ഇസ് എ കളക്ടിങ് ബാങ്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂട്ടീസ് ഓർ റെസ്പോൺസിബിലിറ്റീസ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇഫ് ഇറ്റ് ഈസ് എ 4 മാർക്സ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് എ കളക്ടിങ് ബാങ്കർ, ജസ്റ്റ് അതിൻ്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 മാർക്സിന് എഴുതാവുന്ന പോലെ ഒരു 2 പുറം അത്ര മതി, ഒരു 1 ഷീറ്റ് അത്രയും എഴുതിയാൽ മതിയായിരിക്കും. അല്ല ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കളക്ടിങ് ബാങ്കർ എന്ന് സ്പെഷ്യലായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഹൂസ് എ കളക്ടിങ് ബാങ്കർ എന്നുള്ളത് ഇൻട്രോ കൊടുക്കണം. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. പോയിന്റ് മാത്രം എഴുതിയാൽ പോരാ. സോ ഞാനിവിടെ പോയിന്റ് പറയുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യും, അത് കേൾക്കുക, നിങ്ങളുടേതായ രീതിയിൽ അത് മോഡിഫൈ ചെയ്ത് മൗണ്ട് ചെയ്ത് എഴുതുക. ഓക്കെ. ദെൻ duties and responsibilities of a collecting banker. First one, banker must take utmost care while presenting the check for collection. അറ്റ്മോസ്റ്റ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്കിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഡിസോണർ ചെയ്തിട്ടുള്ള ചെക്കാണോ, മെച്യൂരിറ്റി കഴിഞ്ഞിട്ടുള്ള ചെക്കാണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കിയിട്ട് വേണം ഈ ചെക്കിനോടുള്ള പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹോൾഡർ ഫോർ വാല്യൂ എന്നുള്ള കപ്പാസിറ്റിയിലാണ് ബാങ്ക് ഇരിക്കുന്നത്, നല്ല ലൈസൺ കീപ്പ് ചെയ്യുന്ന കസ്റ്റമറാണ്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഹോൾഡറാണ്, അല്ലെങ്കിൽ ഒരു നല്ല ഇമേജുള്ളൊരു മനുഷ്യനാണ്, അപ്പോൾ ആൾ തെറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ആളൊരു ഇല്ലീഗലായിട്ടോ ഇമ്മോറലായിട്ടോ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യാൻ പാടില്ല. എത്ര അറിയുന്ന ആളാണെങ്കിലും ആ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം ഫുൾഫിൽ ചെയ്തിട്ട് ചെക്കിനെ പറ്റി എല്ലാ കാര്യങ്ങളും നോക്കി, ഡിസോണറും അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് മറ്റെല്ലാ ഇൻ ആൻഡ് അറൗണ്ട് അസോസിയേറ്റ് ചെയ്ത് ആ ചെക്കിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരെയും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം ആ ചെക്കിൻ്റെ എന്താ പറയുക പേയ്മെൻറ്റ് ചെയ്യാനെന്നാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അത് ആളുടെ ഡ്യൂട്ടിയുമാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയുമാണ്. without which he will be liable for any consequences. Then second one is collecting banker must present the check within reasonable time. ഇനി കളക്ടിങ് ബാങ്കർ ഉണ്ടല്ലോ, ആള് ഇപ്പോൾ ചെക്കിനുള്ള പേയ്മെൻറ്റ് കൊടുത്തു, ചെക്കിന് വലിയ കുഴപ്പമൊന്നുമില്ല, ചെക്ക് നമുക്ക് പേ ചെയ്യാവുന്നതാണ് എന്നുണ്ടെങ്കിൽ, കളക്ടിങ് ബാങ്കർ ആ ചെക്ക് പേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പേ ചെയ്ത ചെക്കിൻ്റെ പുറത്ത് കളക്ടിങ് ബാങ്കറിന് എമൗണ്ട് കിട്ടണമല്ലോ. അപ്പോൾ ആ എമൗണ്ട് കിട്ടാനായിട്ട് കൃത്യമായ ടൈമിൽ ആ ചെക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. അതായത് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് SBIയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി നോട്ടീസ് ടു കസ്റ്റമർ ഇൻ കേസ് ഓഫ് ഡിസോണർ ഓഫ് ചെക്ക്. ഇനി കൊണ്ടുകൊടുത്ത ചെക്ക് ഡിസോണർ ആണെന്നുണ്ടെങ്കിൽ ആ ഡിസോണർ ആയതിനെ പറ്റി, ചെക്ക് ഡിസോണർ ആണ് കേട്ടോ എന്ന ഒരു 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 അക്നോളജ്മെൻറ്റ്, ഒരു നോട്ടിഫിക്കേഷൻ ആ തന്നിരിക്കുന്ന കസ്റ്റമറിന് കൊടുക്കണം. അല്ലാതെ എന്താ പറയുക, കസ്റ്റമർ പിന്നീട് വന്നിട്ട് അത് തപ്പി പിടിക്കുമ്പോൾ അത് ഡിസോണർ ആയിപ്പോയി എന്ന് പറയുന്നത് ഒരു ലീഗൽ ഫോർമാലിറ്റി അല്ല, അത് അതിൻ്റെ ബാങ്കിൻ്റേതായ ഒരു ബിസിനസ് എത്തിക്സ് അല്ല. അതുകൊണ്ട് ചെക്ക് ഡിസോണർ ആണെന്നുണ്ടെങ്കിൽ, ഡിസോണർ ഇൻ ദി സെൻസ്, ഡിസോണറിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേ ചെയ്യാൻ പറ്റില്ല, മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് അത് പേ ചെയ്യാൻ പറ്റില്ല, അതിലത്തെ എമൗണ്ട് കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ കസ്റ്റമർ ഇൻസോൾവൻ്റ് ആണ്, അല്ലെങ്കിൽ അത് ലീഗലി ബാൻ ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പോർട്ട് പോയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിസോണറായി പോവും. സോ ഡിസോണർ ആയിട്ടുള്ള ചെക്കാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് കസ്റ്റമറിനെ അറിയിക്കണം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദ ബാങ്കർ ഹാസ് ടു ക്രെഡിറ്റ് ദ പ്രൊസീഡ്സ് ഓഫ് ദി ചെക്ക് ടു ദി അക്കൗണ്ട് ഓഫ് ദ കസ്റ്റമർ. അത് വേണമല്ലോ. അതായത് ബാങ്കർ ഈ ചെക്ക് മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കളക്ടിങ് ബാങ്കർ ഈ ചെക്ക് മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ടാവണം. ദെൻ banker should take the collection of check only for customer and not for stranger. ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടായിരിക്കണം കളക്ട് ചെയ്തിട്ടുണ്ടാവേണ്ടത്, അല്ലാതെ ഒരു സ്ട്രേഞ്ചറിന് പുറത്ത് കളക്ട് ചെയ്യാനായിട്ട് പാടില്ല. മസ്റ്റ് റിസീവ് ദി പേയ്മെൻറ്റ് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദി കസ്റ്റമർ. കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കളക്ടിങ് ബാങ്കർ എന്ന് പറയുന്നത്. യെസ്, ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കളക്ടിങ് ബാങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ വേറൊരു ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഞാൻ SBIയുടെ ഒരു ചെക്ക് കൊണ്ടുപോയിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ഉള്ളത്, കാരണം അവിടെ പറഞ്ഞല്ലോ ഷുഡ് അണ്ടർടേക്ക് ദി കളക്ഷൻ ഓഫ് ചെക്ക് ഓൺലി ഫോർ കസ്റ്റമർ ആൻഡ് നോട്ട് ഫോർ സ്ട്രേഞ്ചറിന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, അതായത് ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഉള്ളത് SBIയിലാണോ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണോ എന്നൊരു ഡൗട്ട് തോന്നാം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒന്നുകിൽ എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിലും അക്കൗണ്ട് ഉണ്ടാവാം, അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും അക്കൗണ്ട് ഉണ്ടാവാം, അതെൻ്റെ ഇഷ്ടമാണ്. ഇനി വേറൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് എൻ്റെ അക്കൗണ്ട് ഉള്ളത്, ഞാൻ പക്ഷേ ചെക്ക് ഒരാൾക്ക് കൊടുക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് എൻ്റെ ബാങ്കിൽ നിന്നും ഞാൻ ആ ഒരു ബാങ്കിലേക്കാണ് ഞാൻ എൻ്റെ ആ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിരിക്കും
ഈ കേസിൽ കളക്ടിങ് ബാങ്കറായിട്ട് വരിക. അപ്പോൾ അക്കൗണ്ട് എവിടെയാണ് എന്നുള്ളതിനല്ല, ഏത് ബാങ്കിൻ്റെ പുറത്ത് ഈ ചെക്ക് ഡ്രോ ചെയ്യുന്നോ, എന്നിട്ട് ആ ബാങ്ക് അല്ലാതെ വേറെ ഏത് ബാങ്കിലേക്കാണോ ഈ ചെക്ക് കളക്ഷന് വേണ്ടി കൊടുക്കുന്നത്, ആ കളക്ഷന് വേണ്ടി പോയ ബാങ്കിനെയാണ് നമ്മൾ കളക്ടിങ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെവിടെയെങ്കിലും ഒരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തതാണ്. ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിവ് ഇറ്റ്. ഓക്കെ, യെസ്, നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഞാൻ ചെക്ക് ക്രോസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഓഫ് കളക്ടിങ് ബാങ്കർ. ഈ കളക്ടിങ് ബാങ്കറിന് കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് കളക്ടിങ് ബാങ്കറിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ എന്ന് നോക്കാം. Section 131 of the Negotiable Instrument Act provides protection to the collecting banker who receives payment of a crossed check or draft on behalf of his customers. Okay, ക്രോസ്ഡ് ചെക്കോ ഡ്രാഫ്റ്റോ കസ്റ്റമറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കളക്ടിങ് ബാങ്കറിന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 സെക്ഷൻ 131 അനുസരിച്ചിട്ട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ എന്നാണ് എൻ്റെ അർത്ഥം. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ലീഗൽ. സോ ലീഗലി വരുന്ന എല്ലാ ആക്റ്റും കാര്യങ്ങളും എല്ലാം ഈ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്ന വേർഡിൻ്റെ പേർവ്യൂവിലാണ് വരിക. സോ ഗ്രാജുവലായിട്ടും സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ എന്നൊരു വാക്ക് വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ലീഗൽ അല്ലെങ്കിൽ ആ ആക്ട് പറയുന്നത് എന്താണോ ആ ഒരു ഡെഫിനേഷൻ കളക്ടിങ് ബാങ്കറിന് കൊടുക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. അക്കോർഡിംഗ് ടു സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള അതേ ഡെഫിനേഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ ദ പ്രൊട്ടക്ഷൻ പ്രൊവൈഡഡ് ബൈ സെക്ഷൻ 131 ഇസ് നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. ഈ അബ്സല്യൂട്ട് ആൻഡ് ക്വാളിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, ഒരു ആക്ട് ഉണ്ട്. അവിടെ പറയപ്പെടുന്ന ടേംസ് ആണ് അബ്സല്യൂട്ട്, അതുപോലെ ഇംപ്ലൈഡ്, എക്സ്പ്ലിസിറ്റ്, ക്വാളിഫൈഡ്, കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ലീഗൽ ജാർഗൻസ് തന്നെ വേണമെങ്കിൽ പറയാം. അത്തരം ടേംസുകൾ വരുന്നത് ആ ഒരു ആക്ടിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പറയുന്നത് നോട്ട് ആബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ് എന്ന്. അപ്പോൾ അത്രയും വിചാരിച്ചാൽ മതി, അത് ആബ്സല്യൂട്ട് അല്ല ബട്ട് ക്വാളിഫൈഡ് ആണ്. ഓക്കെ, സോ ഇപ്പം നമ്മൾ അതായത് പറഞ്ഞു നോട്ട് ആബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഈ നോട്ട് ആബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാലുള്ള മീനിങ് എത്രയേ ഉള്ളൂ. നോട്ട് ആബ്സല്യൂട്ട് മീൻസ് ചില റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് നമുക്ക് ഇവരുടെ മേത്ത് ഇമ്പോസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസിൽ മാത്രം. അതാണ് നോട്ട് ആബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ് എന്ന് പറഞ്ഞത്. അതായത് ചില ലിമിറ്റേഷൻസോ റെസ്ട്രിക്ഷൻസോ നമുക്ക് ഈ കളക്ടിങ് ബാങ്കറിൻ്റെ മേലെ ആരാണോ, അതായത് കളക്ടിങ് ബാങ്കർ എന്നല്ല, ഇവിടെ നമ്മൾ പറയുമ്പോൾ കളക്ടിങ് ബാങ്കറാണ്. പക്ഷേ ഈ ഒരു ടേം നോട്ട് ആബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ് എന്നുള്ള ടേം എന്ന് പറഞ്ഞാൽ അത് ഏതൊരു സർക്കംസ്റ്റാൻസിലായാലും ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമുക്ക് അവരുടെ മേലെ കുറച്ച് ലിമിറ്റേഷൻസോ റെസ്ട്രിക്ഷൻസോ നമുക്ക് ഇമ്പോസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ചില സർക്കംസ്റ്റാൻസസിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ മാത്രമേ അത് നമുക്ക് ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് ആണ്, പക്ഷെ ചില നേരത്ത് മാത്രം. ആ ഒരു ടേമിനെയാണ് നമ്മൾ നോട്ട് ആബ്സല്യൂട്ട് ആൻഡ് ബട്ട് ക്വാളിഫൈഡ് എന്ന് പറയുന്നത്. അതാണ് ആ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ കളക്ടിങ് ബാങ്കറിൻ്റെ മേലെ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാം അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഇമ്പോസ് ചെയ്യാം, പക്ഷേ അത് ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ മാത്രം. Then a collecting banker can claim protection against conversion if the following conditions are fulfilled. ഇപ്പം നമ്മൾ പറഞ്ഞു ചെക്ക് കൺവേർട്ട് ചെയ്യുന്ന നേരത്ത് അല്ലെങ്കിൽ കൺവേർഷൻ്റെ നേരത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം സ്മെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളക്ടിങ് ബാങ്കറിന് ഒരു പ്രൊട്ടക്ഷനുള്ള ക്ലെയിം ചോദിക്കാവുന്ന, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, എങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് എല്ലാം കളക്ടിങ് ബാങ്കർ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കളക്ടിങ് ബാങ്കറിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ക്ലെയിം ചെയ്യാം. അതെന്താണെന്ന് നോക്കാം. ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ്. നല്ല ഗുഡ് ഫെയ്ത്ത്, അതായത് ഓണസ്റ്റായിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞ രീതിയിൽ ഒരു തെറ്റും കൂടാതെ കറക്റ്റായിട്ടാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓണസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു നെഗ്ലിജൻസോ ഫ്രോഡോ മറ്റു കാര്യങ്ങളോ ഒന്നും ആൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം സ്മെല്ല് ചെയ്യുകയാണെങ്കിൽ
ആൾക്ക് പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസിൽ പറയുന്നത്. വായിച്ചു നോക്കാം. Statutory protection is available to a collecting banker when he receives payment in good faith and without negligence. The phrase in good faith means honesty and without notice or interest of deceit or fraud and does necessarily require carefulness. Okay, negligence means failure to exercise reasonable care. It is not for the customer or the true owner to prove negligence on the part of the banker. The burden of proving that they collected in good faith and without negligence is on the banker. ഇത്രയേ ഉള്ളൂ. ആൾ ഓണസ്റ്റ് ആയിട്ടാണ്, ഒരു നെഗ്ലിജൻസും അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഒരു ആളുടെ പുറത്ത് കാണിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളൊന്നും ചെയ്യാതെ കെയർഫുള്ളായിട്ടാണ്, ഓണസ്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് ഫെയ്ത്ത് വിത്തൗട്ട് നെഗ്ലിജൻസിലാണ് ആളുടെ കയ്യിൽ വന്നിട്ടുള്ള ചെക്കിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആൾക്ക് പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. അപ്പോൾ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ് ആയിരിക്കണം ഒന്നാമത്തെ കണ്ടീഷൻ. ദെൻ ഫോളോയിങ് ആർ ദി എക്സാമ്പിൾസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്, അത് വായിക്കാം. ഫെയിലിയർ ടു ഒബ്റ്റെയിൻ റെഫറൻസ് ഓഫ് എ ന്യൂ കസ്റ്റമർ അറ്റ് ദി ടൈം ഓഫ് ഓപ്പണിംഗ് ദി അക്കൗണ്ട്. ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആ കസ്റ്റമറിനെ പറ്റിയിട്ടുള്ള ഒരു റെഫറൻസ്, ആളെങ്ങനെയാണ്, ആൾക്ക് കപ്പാസിറ്റി ഉണ്ടോ. ഞാൻ പണ്ടല്ല നമ്മൾ ഇതേപോലെ തന്നെ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 3 Rs 5 Cs 7 Ps എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പിൾസ്, അതുപോലെ 5C കപ്പാസിറ്റി, ക്യാരക്ടർ, കോമൺ സെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ 6 എന്ന് പറഞ്ഞാൽ റിസ്ക് ബെയറിംഗ് എബിലിറ്റി, റീപേയ്മെൻറ്റ് കപ്പാസിറ്റി, ദെൻ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ 6, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾ നല്ല ആളാണോ അല്ലെങ്കിൽ ആൾ ഇൻസോൾവൻ്റ് ആവാൻ എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ, അങ്ങനെയുള്ള ആളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ റെഫറൻസ് എടുക്കാതെ പെട്ടെന്നൊരാൾ വരുമ്പോഴേക്കും ആൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നെഗ്ലിജൻസ് ആണ്. Then collection of check payable to trust accounts for crediting to personal accounts of a trustee, collecting for the private accounts of partners, checks payable to the partnership firms, omission to verify the correctness of endorsements on checks payable to order, then failure to pay attention to the crossing, particularly the not negotiable crossing. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നെഗ്ലിജൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, collection for a customer. Statutory protection is available to a collecting banker if he collects on behalf of his customer only. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ സ്വന്തം കസ്റ്റമറിന് വേണ്ടി മാത്രമാണ് ചെക്ക് കളക്ട് ചെയ്തതെങ്കിലാണ് ആൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ലീഗൽ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, സ്യൂ ചെയ്യാനായിട്ട് ആരുടെയും പേരിൽ എന്തെങ്കിലും സ്യൂ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിലോ ഒക്കെ സ്വന്തം കസ്റ്റമറിൻ്റെ പേരിൽ ആണ് ചെക്ക് കളക്ട് ചെയ്തതെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ ഒരു പരിചയമില്ലാത്ത വേറൊരു ആൾ വന്നിട്ട് ചെക്ക് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഹി കാൻ ക്ലെയിം പ്രൊട്ടക്ഷൻ. ഓക്കെ, ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്, അവിടെ അത് വായിച്ച് നോക്കുക. അത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺട്രാക്ട് ആക്ടിലെ കുറേ കേസ് സ്റ്റഡീസൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനൊരു സംഭവം, ഇപ്പോൾ കൺസിഡറേഷൻ കൊടുക്കാതെ വന്നിട്ടുള്ള കേസ് സ്റ്റഡീസ്, അതുപോലെ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന വോയിഡ് ആണോ അല്ലെങ്കിൽ അത് റീസണബിൾ ആണോ എന്ന് നോക്കുന്ന അങ്ങനെ കുറേ കേസ് സ്റ്റഡീസ് പറയും. അപ്പോൾ ഇവിടെ ഇതുപോലെ കളക്ഷൻ ഓഫ് കസ്റ്റമറിൽ വന്നിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ് ഇവിടെ പറയുന്നത്. ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേ വേഴ്സസ് ലണ്ടൻ ആൻഡ് കൺട്രി ബാങ്ക്. ഇത് വായിച്ച് നോക്കുക, പഠിക്കണം എന്ന് ഞാൻ പറയില്ല, എന്താണ് ഇഷ്യൂ എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് കളക്ഷൻ ഫോർ എ കസ്റ്റമർ. ദെൻ ആസ് എൻ ഏജൻറ്റ്, തേർഡ് കണ്ടീഷനാണ് ആസ് എൻ ഏജൻറ്റ്. എ കളക്ടിംഗ് ബാങ്കർ മസ്റ്റ് ആക്ട് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദി കസ്റ്റമർ ഇൻ ഓർഡർ ടു ഗെറ്റ് പ്രൊട്ടക്ഷൻ. നമ്മൾ നേരത്തെ നമ്മൾ 2 കപ്പാസിറ്റിയിലാണ് കളക്ടിംഗ് ബാങ്കർ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ 2 കപ്പാസിറ്റിയാണ് ഹോൾഡർ ഫോർ വാല്യൂ ആൻഡ് ആസ് ആൻ ഏജൻറ്റ്.
ഹോൾഡർ ഫോർ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഗുഡ് ലൈസൺ ഒക്കെ ഉള്ള ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു. ആസ് എൻ ഏജൻറ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ ഒരു ലീഗൽ ഫോർമാലിറ്റിയാണ് നടക്കുന്നത്. വാങ്ങുന്നു, കാര്യങ്ങളെല്ലാം നോക്കുന്നു, പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രം ഇവിടെ നമ്മൾ ചെക്ക് പേ ചെയ്യുന്നു, ചെക്ക് കൊണ്ടുവന്ന കസ്റ്റമറിന് പേ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആസ് എൻ ഏജൻറ് എന്ന് പറയുമ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം ലീഗലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോർമാലിറ്റി പ്രൊസീജിയറായിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഹോൾഡർ ഫോർ വാല്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ ഏജൻ്റായിട്ടാണ് ഒരു ബാങ്ക്, അതായത് കളക്ടിങ് ബാങ്ക് ഏജൻ്റ് എന്ന് പറയുന്ന കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്തതെങ്കിൽ മാത്രമേ പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓർ ഇൻ അതർ വേർഡ്സ്, എല്ലാ കാര്യങ്ങളും ലീഗലായിട്ട് ചെയ്യുന്ന ഏജൻ്റ് എന്ന് പറയുന്ന കപ്പാസിറ്റിയിൽ നിന്ന് കളക്ടിങ് ബാങ്ക് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനായിട്ട്, അതായത് പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ് ഈ ആസ് എൻ ഏജൻറ് എന്ന് പറയുന്നത്. സോ ഇഫ് എ കളക്ടിങ് ബാങ്കർ ഹാസ് എനി പ്രോബ്ലം ആൻഡ് ഹി ഹാസ് ടു ക്ലെയിം എനി പ്രൊട്ടക്ഷൻ, he must act in a capacity of an agent. Okay. Then, crossed checks. Statutory protection is available only in case of crossed check. ക്രോസ്ഡ് ചെക്കായിട്ട് വന്നിട്ടുള്ള ചെക്കുകൾ മാത്രം പേയ്മെൻറ്റ് ചെയ്താലാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. It is not available in case of uncrossed or open checks because there is no need to collect them through a banker. Checks therefore must be crossed prior to their presentment to the collecting banker for clearance. In other words, the crossing must have been made before it is reached the hands of the banker for collection. ഇത്രയേ ഉള്ളൂ. ക്രോസ്ഡ് ചെക്ക് മാത്രമേ കളക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ കളക്ടിങ് ബാങ്കർ. ക്രോസ്ഡ് ചെക്ക് അല്ലാതെ ചെക്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ പാടില്ല. കളക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അതിൻ്റെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ കോൺസിക്വൻസസ് മുഴുവൻ കളക്ടിങ് ബാങ്കറിൻ്റെ ലയബിലിറ്റി ആയിരിക്കും. ഓക്കെ. ഇനി so these are the 4 conditions a collecting banker has to keep in mind whether he has to claim protection against the defects in check. Okay. So concluding, it is necessary that the collecting banker should have acted without negligence and in good faith if he wants to claim statutory protection under section 131 of the Negotiable Instrument Act 1881. The statutory protection is available to the banker if he collects a check marked not available, not negotiable for a customer whose name is not used in the payee therein, provided the requirements of the said sections are duly complied with. അപ്പോൾ എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും കംപ്ലൈ ചെയ്തിട്ട് ഈ 4 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു കളക്ടിങ് ബാങ്കറാണ്. ആൻഡ് ഇഫ് ഹി ഫേസസ് എനി പ്രോബ്ലം ഹി ക്യാൻ ക്ലെയിം പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ സെയിം. ഓക്കെ. സോ ഇത്രയുമാണ് നമ്മുടെ കളക്ടിങ് ബാങ്കർ എന്ന് പറയുന്ന ലെക്ചർ സ്കെഡ്യൂളിലെ ടോപ്പിക്. Collecting banker and a concept, then statutory protection against collecting banker, then duties and responsibilities, legal status. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, വളരെ സിമ്പിളാണ്. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ.